ലക്ഷങ്ങൾ ചെലവഴിച്ച് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പരിപാടികളൊക്കെ വനംവകുപ്പ് നടത്തുന്നുണ്ട്. അപ്പോഴും നഷ്ടപരിഹാരം കാത്തുകിടക്കുന്നവർ നിരവധിയാണ്. പല കണക്കുകൾ നമുക്ക് നോക്കാം. കേരളത്തിൽ ഈ വർഷം ജൂലൈ 7 വരെ റിപ്പോർട്ട് ചെയ്ത വന്യജീവി ആക്രമണങ്ങളിൽ മരണം സംഭവിച്ച 51 അപേക്ഷകളിലും പരിക്കേറ്റ 738 പേർക്കും ഇനിയും നഷ്ടപരിഹാരം നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. രേഖകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് നഷ്ടപരിഹാരം നൽകുമെന്നുള്ള ന്യായമൊക്കെ നിർത്തിക്കൊണ്ടാണ് വനംവകുപ്പ് ഇവർക്ക് നേരെ കണ്ണടയ്ക്കുന്നത്. കാലിൽ പന്ത് കുത്തിയ മക്കളെ ഓടിയൊന്ന് പന്ത് കുത്തി എന്നെ തള്ളിയിട്ട് നടു റോട്ടിൽ ഞാൻ ഒടിഞ്ഞു ഇവിടെ കാലൊടിഞ്ഞു. എത്രയും പെട്ടെന്ന് ഇത് നഷ്ടപരിഹാരം തരണം, നമുക്ക് മുന്നോട്ട് പോകണം. ജയകുമാറിന്റെയും സ്വർണ്ണമ്മയുടെയും കഥ പറയുന്നതിനു മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ. വന്യജീവി ആക്രമണത്തിൽ ജീവഹാനി സംഭവിക്കുന്നവർക്ക് 10 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി ലഭിക്കുക. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വരെ സഹായമായി ലഭിക്കും. വന്യജീവി ആക്രമണം പൂർണ്ണമായും തടയാൻ നടപടി സ്വീകരിക്കേണ്ടവർ നഷ്ടപരിഹാരം പോലും കൃത്യമായി നൽകാത്തതിലെ അമർഷമാണ് കൃഷിമന്ത്രി പി പ്രസാദ് കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചത്. ബന്ധപ്പെട്ട പരിശോധിച്ച ഡോക്ടറും വനംവകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെയും അങ്ങേയറ്റത്തെ നിരുത്തരവാദപരമായ സമീപനം കൊണ്ട് ഈ ആളുകൾക്ക് അവർക്ക് അർഹമായ സാമ്പത്തിക ആനുകൂല്യം ലഭ്യമാവാത്തൊരവസ്ഥയുണ്ട്. കഴിഞ്ഞ വർഷം വെള്ളറടയിൽ പട്ടാപ്പകൽ കാട്ടുപന്നിയുടെ ആക്രമണം നടന്ന CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കാട്ടുപന്നികൾ കൂട്ടമായി കടകളിലേക്ക് കയറി വരികയായിരുന്നു. അക്വേറിയം നടത്തുന്ന ഭിന്നശേഷിക്കാരനായ ജയകുമാറിന് അന്നുണ്ടായ നഷ്ടങ്ങൾക്ക് ഇതുവരെ പരിഹാരമായിട്ടില്ല. നമുക്ക് നഷ്ടത്തിന്റെ എസ്റ്റിമേറ്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞു. അത് പഞ്ചായത്തിൽ നിന്ന് ഓവർസിയറാണ് എഴുതി തരേണ്ടത്. അപ്പോൾ നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ഇങ്ങനെ എഴുതി കൊടുക്കേണ്ട ഒരു ഓർഡർ ഇല്ല എന്ന് പറഞ്ഞ് അവരവിടുന്ന് സെക്രട്ടറി പേപ്പർ തന്നു. എഴുതി ഫോറസ്റ്റ് ഓഫീസിൽ കൊടുക്കാൻ പറഞ്ഞു. എല്ലാ വിശദാംശം വെച്ച് പൈസ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നല്ല തരേണ്ടത്, സർക്കാരിൻ്റെ ഇതിൽ നിന്നാണ് പൈസ തരേണ്ടത്. അപ്പം നമ്മളെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. സാങ്ഷൻ ആയ പറഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിലോട്ട് പൈസ വരുമെന്ന് പറഞ്ഞു. മൊത്തത്തിൽ ഞാൻ എഴുതി കൊടുത്തിട്ടുള്ള 74,680 എൻ്റെ കടയിൽ ഈ നശിപ്പിച്ച സാധനങ്ങൾ. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അമ്പൂരി സ്വദേശിയായ സ്വർണ്ണമ്മയെ പന്നി ഇടിച്ചിട്ടു. ആ അമ്മയുടെ ഇപ്പോഴത്തെ ജീവിതം ഒന്ന് കാണുക. നഷ്ടപരിഹാരത്തെ പറ്റി ചോദിച്ചപ്പോഴുള്ള മകന്റെ മറുപടിയും കേൾക്കുക. ആശുപത്രി പോയിട്ട് പിന്നെ എല്ലാവരും പറഞ്ഞ് ഈ ഫോറസ്റ്റിൽ അപേക്ഷ കൊടുക്കി, അങ്ങ് കൊടുക്കി, ഇങ്ങനെ കൊടുക്കുക. അങ്ങനെ പോയപ്പോൾ പിന്നെ 1 മാസം കഴിഞ്ഞ് ഒരു 24,000 രൂപ ഇങ്ങനെ കിട്ടി. എല്ലാവരും പറഞ്ഞ് 1.5 കിട്ടും 2.5 കിട്ടും എന്നൊക്കെ പറഞ്ഞു. നമ്മളതിൻ്റെ പുറകൊന്ന് പോയിട്ട് അതിൻ്റെ പേപ്പർ പോലും അവർ തന്നില്ല. തിരിച്ച് പേപ്പർ പോലും അതിൻ്റെ റെഡിയാക്കി തന്നിട്ടില്ല. ഇപ്പോഴും മറ്റേ സീരിയസാണ്. എന്താ കമ്പി എടുത്തിട്ടില്ല. നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി ശുപാർശ ചെയ്തത് 23 കോടി രൂപയാണെങ്കിലും ബജറ്റ് വിഹിതമായി സർക്കാർ അനുവദിച്ചത് 1.26 കോടി രൂപ മാത്രമാണ്. നഷ്ടപരിഹാരം കാത്തുകിടക്കുന്ന അപേക്ഷകളിൽ തീരുമാനം വൈകുമ്പോൾ അതിന് വിശദീകരണമായി വനംവകുപ്പ് പറയുന്നത് രേഖകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് നഷ്ടപരിഹാരം നൽകുമെന്നാണ്. വന്യജീവി ആക്രമണം പൂർണ്ണമായും തടയാൻ എന്തായാലും വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവർക്കുള്ള നഷ്ടപരിഹാരം കൃത്യമായി നൽകണം. ഒപ്പം ജീവനോപാധികൾക്കുണ്ടാകുന്ന ഭീമമായ നഷ്ടം അവഗണിക്കപ്പെടാനും പാടില്ല. ബിജു VS-നൊപ്പം TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.